ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ചീമേനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് ടൊവിനോ തോമസിൻ്റെ ഏറം എന്ന സിനിമ ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഈ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ ഇതിൻ്റെ അവശേഷിപ്പുകൾ കുറച്ചുണ്ട്, പക്ഷേ പലതും ഉണ്ട് എന്ന് കരുതിയിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ എത്തുമ്പം ഇപ്പം ഒന്നുമില്ല ഇവിടെ. ഇതിൻ്റെ ഒരു കുളം മാത്രം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമുണ്ട്. അതൊക്കെ മണ്ണിലലിയുന്ന സാധനമൊക്കെ ചെങ്കല്ല് കഷ്ണങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര പ്രകൃതി രമണീയമായൊരു സ്ഥലം. ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഒരു 11 മണിയാണ്, കുറച്ച് വെയിലുണ്ട്. പക്ഷെ എന്നാൽ അത്ര ചൂട് തുടങ്ങിയില്ല. ഒരു നല്ല അടിപൊളി സ്ഥലമായത്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചൊരു കുളം ഞാൻ കാണിച്ചു തരാം. ആണ് ആ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച കുളം. ഇതിവിടെ ഇങ്ങനെ യഥാർത്ഥത്തിലുള്ളതല്ല, ഇവർ കുഴിച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെ കുറച്ച് അവശേഷിപ്പുണ്ട്, കുറച്ച് തെർമോക്കോളും മരക്കഷ്ണവും ഒക്കെ ഉണ്ട്. എടാ ആമ അതിനകത്ത്, ഒരാമ. സത്യത്തിൽ ഇവിടെ എന്തൊക്കെയായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിന്റെ കുറച്ച് കല്ലും കഷ്ണങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സ്ഥലം ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലം അല്ലേ മോനെ? സൂപ്പർ അല്ലേ? അടിപൊളി സ്ഥലം. ഇഷ്ടപ്പെട്ടോ മോനെ? അതെയാ, ഗംഭീര സ്ഥലം. ഒന്ന് പുലച്ചൊക്കെ അല്ലെ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലം, നല്ലൊരു നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് വെയിലുണ്ട്, പക്ഷേ ഇതിനെ കുറച്ച് വെയിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ചു. ഇതിന് നല്ല തണുപ്പ് പിടിച്ചിട്ടുണ്ട്. കുറച്ച് വെയിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിനെ കൂട്ടിയത്. Come on. Let's go. നമുക്ക് മണലേ കിട്ടുന്നില്ല. കാക്കപ്പൂല്ലേ? അപ്പൊ അത് കാക്കപ്പൂ ഉണ്ട്. നമ്മളെ പിന്നെ മാടായിപ്പാറയില് ഇത് കാണാനാണ് ജനങ്ങൾ ഒരുപാട് വരുന്നത് അല്ലേ? ഇതാ ബാ. ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത വളരെ സൈലന്റ് ആയൊരു ഏരിയ ആണ്. നമുക്കിവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്ന മയില് കയറുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. കുറേ ദൂരം അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ നമ്മൾ കാണുന്ന പോലെ അല്ല. അങ്ങോട്ട് നടന്നിട്ട് പോകാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. കാണുമ്പം അടുത്ത പോലെ തോന്നുമെങ്കിലും ഒരുപാട് ദൂരമുണ്ട് ഈ നടന്നു പോകാനാണെങ്കിൽ. ഞങ്ങൾ തന്നെ വണ്ടിയൊന്നും ലോക്ക് ചെയ്യാണ്ട് ഡോർ നടക്കാണ്ട് ഇങ്ങ് വന്നതാണ്, കാരണം അടുത്തല്ലേന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ ഒരുപാട് ദൂരം എത്തി വണ്ടി ഇങ്ങോട്ട്. ഏകദേശം 2 വർഷത്തോളം ഉണ്ടായിരുന്നു ഈ സിനിമ ലൊക്കേഷൻ്റെ വർക്കുകൾ എന്നാണ് പറഞ്ഞത്. 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഷൂട്ട് തുടങ്ങിയതാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ അമ്പലം നിർമ്മിച്ചു, അതൊക്കെ കല്ലൊക്കെ വെച്ച് ഒരുപാട് പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അത്രയും കാലം നീണ്ടു നിന്നത്. ഒരു ചെറിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എനക്കൊന്ന് അമ്പലത്തിന്റെ ഒരു കൈവേലി പോലത്തെ. ഇവിടെ ഈ സിനിമ ലൊക്കേഷൻ അപ്പുറം ഇവിടെ ഞാൻ കണ്ടൊരു കാഴ്ച, നമുക്ക് വലിയ രീതിയിൽ ആകാശം കാണാന്നുള്ളതാണ്. നമുക്ക് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തോ ഗ്രൗണ്ടിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു കാണാൻ പറ്റില്ല. ഇതിങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കുന്നതുകൊണ്ട് അത്ര തന്നെ വലുപ്പത്തിൽ ആകാശവും കാണാം. വാനനിരീക്ഷണമൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര നല്ല സ്ഥലമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ.
ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു നാട്ടുകാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ ഇവിടെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ വടക്കുംനാഥൻ, അങ്ങനെ മറ്റേ പടം പേര് ഓർമ്മ കിട്ടുന്നില്ല, ഏതൊക്കെയോ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല, ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിയും അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. കാരണം എനിക്ക് തോന്നുന്നു അവരെവിടെ എത്തിപ്പെട്ടല്ലേ, നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത്, കാരണം അങ്ങനെ എടുക്കണമെങ്കിൽ അതിലേ വരാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ സിനിമകൾ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നത്.